കുന്യാട്ടുകുന്നം മഹാത്മാ റീഡിംഗ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി.എൻ. പണിക്കർ അനുസ്മരണവും വായനപക്ഷാചാരണ ഉദ്ഘാടനവും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി തുടങ്ങിയ പുസ്തകക്കൂടിന്റെ 2ാം വാർഷികവും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടത്തി. ലൈബ്രറി പ്രസിഡന്റ് ടി.കെ. സജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് വി.എസ്. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ടി.വി. നിതിൻ മുഖ്യപ്രഭാഷണവും പി.കെ. രമാദേവി അനുസ്മരണ പ്രഭാഷണവും നടത്തി. ഡോക്ടർ ഐസക് പോൾ, ടി.വി. ഷൈവിൻ, ടി.കെ. ഉണ്ണികൃഷ്ണൻ, എം.എസ്. രാജേഷ്, ഇ.ബി. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. 2ാം വർഷത്തിലേക്ക് പുസ്തകക്കൂട് നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇവിടെ സ്ഥാപിച്ചതാണ്. പക്ഷേ അതിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാറുള്ളൂ. കാരണം നമ്മുടെ പുസ്തകങ്ങൾ ധാരാളമായി കുറയുന്നു. നമ്മുടെ പുസ്തകങ്ങൾക്ക് വേണ്ടി വെച്ചുന്ന രജിസ്റ്റർ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന രീതിയാണുള്ളത്. മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ ഈ വാർഡ് ഉൾപ്പെടുന്ന നഗരസഭാ കൗൺസിലും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ ടി.വി. നിതിന. ഇവിടെ വായന എല്ലാവർക്കും അറിയാം. ലൈബ്രറികൾ നഗരത്തിൻ്റെ ആയാലും ഗ്രാമത്തിൻ്റെ ആയാലും ആത്മാവായിട്ടാണ് അറിയപ്പെടുന്നത്. കാലത്തെയും ചരിത്രത്തെയൊക്കെ രേഖപ്പെടുത്തുന്ന, അതുപോലെ തന്നെ ഒരു നാടിൻ്റെ സംസ്കാരത്തെ എല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു കേന്ദ്രമാണ് ലൈബ്രറി, ഗ്രന്ഥശാല എന്ന് പറയുന്നത്. ആ ഗ്രന്ഥം ഇങ്ങനെ എടുത്ത് നമ്മുടെ ചുവട്ടിലിങ്ങനെ ഈ മൊബൈലിൻ്റെ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാം. ആ രീതിയിലേക്ക് വായനയാകെ മാറുന്നുണ്ട്. പക്ഷേ പുസ്തകം വായിക്കുമ്പോഴുണ്ടാകുന്ന, അതിനോട് സംവദിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖവും അതിൻ്റെ വായനയുടെ ഒരു സൗന്ദര്യവും ഇപ്പോൾ ഈ വായനയിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അക്ഷരത്തോട് അടുപ്പമില്ലാത്ത കുറേ ആളുകളുടെ ചുറ്റും വളർന്ന ശുദ്ധം അക്ഷര സംയുക്തം ദുരിത പരിവർത്തിയെ എന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം കണ്ടത്. അതായത് അക്ഷരത്തെ അടുപ്പിക്കാത്ത ഒരു വരേണ്യവർഗം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും കണ്ടിരുന്നു. ഇതിൽ നിന്ന് മാറ്റം വരുത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ആളുകളെ അക്ഷരത്തിലേക്ക് കൊണ്ടുവന്നത്. 2 വർഷമായിട്ട് ഇവിടെ ഈ പുസ്തകക്കൂടുണ്ട്. അത് ആശുപത്രിയിൽ OPD വന്നിരിക്കുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന എല്ലാ രോഗികൾക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് തന്നെ 4-5 പുസ്തകങ്ങൾ ഞാൻ ഇതിൽ നിന്നെടുത്ത് വായിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വളരെ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, കുട്ടികളുടെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. പഠന സംസ്കാരത്തിൽ മാറി ഇപ്പോൾ നമുക്ക് ഇയാളുടെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും വായനയ്ക്ക് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഗൃഹാതുരത്വത്തോടുള്ള നമ്മൾ പറയുന്നത് പോലെയുള്ളൊരു വായന. ആ വായന വരുന്ന ഒരു പുസ്തകങ്ങളിലൂടെ മാത്രം സാധിക്കുകയുള്ളൂ. ആ പുസ്തകങ്ങളാണ് നമ്മുടെ ഗ്രന്ഥശാലകളുടെ ഏറ്റവും വലിയ സമ്പത്ത്. മഹാത്മാ സാറുടെ പി.എൻ. പണിക്കർ ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മുടെ ടീമിൽ നിന്ന് എല്ലാവരും നല്ല കാര്യമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചു. ഉള്ള ചടങ്ങ് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.